പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് MIയുടെ സെക്യൂരിറ്റി ക്യാമറ നമ്മൾക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിത് 2500 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതിൻ്റെ വില ഒരു 2700 രൂപ വരെ ഉണ്ടാവും. ഓഫറുള്ള സമയങ്ങളൊക്കെ നമുക്ക് 2500 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ത് സാധനം വാങ്ങിച്ചാലും നിങ്ങൾ ഓപ്പൺ ബോക്സ് ചെയ്ത് സാധനം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി മാത്രം വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വാങ്ങിക്കുന്നതിന് മുമ്പ് റേറ്റിംഗ് എല്ലാം നോക്കുക. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റും ഇത് തന്നെയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ എത്ര പേര് വാങ്ങിച്ചു എത്രയാണ് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പവർ കേബിളുണ്ട്, അതേപോലെ തന്നെ യൂസർ മാനുവൽ, അതുപോലെ തന്നെ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ള അതിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അഡാപ്റ്റർ, ഇത് സാധാരണ MIയുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ തന്നെയാണ്. മൊബൈൽ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ തന്നെയാണ്. 2 ആംസിൻ്റെ അഡാപ്റ്ററാണ്. 5 വോൾട്ടാണ് റേറ്റിംഗ്. അപ്പോൾ ഇതാണ് ക്യാമറ. വളരെ ചെറിയൊരു ക്യാമറയാണ്. നല്ല 2 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്വാളിറ്റി. അതേപോലെ തന്നെ 20 FPS ആണ്. നിങ്ങൾ ഏത് പ്രോഡക്റ്റ് 2 MBയുടെ ക്യാമറ, 3 MBയുടെ ക്യാമറ എന്നൊക്കെ നിങ്ങളുണ്ടാവും. അതിൻ്റെ ഫ്രെയിം റേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ചിലതിന് 3 MB ക്യാമറ ഉണ്ടാവും, ഫ്രെയിം റേറ്റ് 10 ഫ്രെയിം റേറ്റേ കാണത്തുള്ളൂ. അതാകുമ്പം അതിൻ്റെ ക്വാളിറ്റി അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഇത് 2 MB ക്യാമറയും 20 FPS ആണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്. അതേപോലെ തന്നെ 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. യൂസർ മാനുവലിലെ കാര്യങ്ങൾ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. ഇതിന് മെമ്മറി കാർഡൊക്കെ നമുക്ക് ഇടേണ്ട സ്ഥലവും അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മെമ്മറി കാർഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ, ക്യാമറ മുകളിലോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് മെമ്മറി കാർഡ് ഇടേണ്ടത്. 32 GB മാത്രമേ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്തുള്ളൂ. അതിന് മുകളിലോട്ടുള്ള കാർഡുകൾ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നല്ല ലോങ് ആയിട്ടുള്ള മൈക്രോ USB ആണ്, സി പോർട്ടല്ല, മൈക്രോ USB കേബിൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. ചാർജറിൻ്റെ കപ്പാസിറ്റി 2 ആംസ് ആണ്. അപ്പം 2 മീറ്റർ ഉണ്ട് കേബിളിന് നീളം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.